നിലമ്പൂർ നഗരവികസനത്തിന്റെ ഭാഗമായി നിലമ്പൂർ ടൗണിലെ തണൽ മരങ്ങൾ മുറിച്ചു മാറ്റി. KNG റോഡിന്റെയും ജില്ലാ ആശുപത്രി റോഡിന്റെയും വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് നിലമ്പൂരിലെ ആയിരങ്ങൾക്ക് വർഷങ്ങളായി തണൽ നൽകിയിരുന്ന മരങ്ങൾ മുറിച്ചത്. പഴയ ബസ് സ്റ്റാൻഡിന്റെ സമീപത്തുള്ള ഈ മരങ്ങൾ യാത്രക്കാർക്ക് ഏറെ ആശ്രയമായിരുന്നു. അതേസമയം തണൽ മരങ്ങൾ മുറിച്ചതിനെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. മരങ്ങൾ മുറിച്ചതിനെതിരെ ഗ്രീൻ എർത്ത് പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ, ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ, ഫ്ലൈയിങ് സ്ക്വാഡ് ഡിവിഷൻ കോഴിക്കോട്, ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകി. മരം മുറിച്ചതിന് കേസെടുക്കണമെന്നും മുറിച്ച മരങ്ങൾക്ക് പകരമായി 50 മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിന് നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. നാടിന്റെ വികസനത്തിനെതിരല്ലെന്നും എന്നാൽ ഈ തണൽ മരങ്ങൾ നിലനിർത്തി തന്നെ വികസനം നടപ്പാക്കണമായിരുന്നുവെന്ന് പ്രവാസി കോൺഗ്രസ് നേതാവും ആർട്ടിസ്റ്റുമായ പട്ടിക്കാടൻ ഷാനവാസ് പറഞ്ഞു. നിലമ്പൂരിനെ സംബന്ധിച്ച് വികസനം വളരെ അനിവാര്യമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വികസനങ്ങളുടെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വികസനങ്ങൾക്ക് ഇവിടെ ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടൊരു വികസനം വളരെയധികം ഖേദകരമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൻ്റെ പൂർവ്വകാല നേതാക്കന്മാരെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൊടിതോരണങ്ങൾ വഹിച്ചുകൊണ്ടും അതേപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാ ജനങ്ങൾക്കും നിലമ്പൂർക്കാർക്കും മൊത്തം ഒരു തണലേക്കിയ 2-3 മരങ്ങളാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടത്. ഒരാൾ പോലും അതിനെതിരെ ഇപ്പോൾ ഈ ഘോരഘോരം പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കുന്ന നേതാക്കന്മാരൊക്കെ സംഘടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നാശം ഇവിടെ നശിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി അതിനെ ഒരു ബദലെന്ന നിലക്ക് ഒരു മരം നശിപ്പിക്കുമ്പോൾ 10 മരം നട്ടു വളർത്തുക എന്നുള്ള രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ പ്രസംഗിക്കുകയല്ലാതെ പ്രവർത്തനത്തിൽ കാണാത്തിൽ വളരെയധികം ഖേദമുണ്ട്. വികസനത്തിന് ആരും എതിരല്ല, ഒരു പ്രകൃതി സ്നേഹി വികസനത്തിനെതിരല്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ബദലായിട്ട് എന്തെങ്കിലും കണ്ടുകൊണ്ട് വേണ്ടിയിരുന്നു ഇത്തരം കാര്യങ്ങൾ നശിപ്പിക്കാൻ. ഒരു മരം മുറിക്കുമ്പോൾ 3 മരങ്ങൾ പകരം വെക്കണമെന്ന് പ്രസംഗിക്കുന്ന ആരും ഈ തണൽ മരങ്ങൾ മുറിച്ചപ്പോൾ പരിസരത്ത് പോലും കണ്ടിട്ടില്ലെന്നും ഷാനവാസ് പറഞ്ഞു. ന്യൂസ് ത്രെഡ് 24 നിലമ്പൂർ.